കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിപണനത്തിലുള്ള പിന്തുണയ്ക്കായി 43.90 കോടി രൂപയും അനുബന്ധമായ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന ഉദ്യമങ്ങൾക്കായിട്ട് 8 കോടി രൂപയും വകയിരുത്തുന്നു. സർ, കാലാവസ്ഥാ വ്യതിയാനം ചെറുത്തുകൊണ്ടും ദ്വിതീയ കാർഷിക മേഖലയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള സമഗ്ര കാർഷിക വികസനത്തിന് 2365 കോടി രൂപയുടെ പ്രത്യേക പദ്ധതിക്ക് ലോകബാങ്കിൻ്റെ അംഗീകാരം ലഭിച്ചു. ഈ വർഷം കേര പദ്ധതി വഴി പദ്ധതിക്ക് 100 കോടി രൂപ വകയിരുത്തുന്നു. മണ്ണ് ജല സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് അടങ്കൽ തുകയായി 77.99 കോടി രൂപ വകയിരുത്തുന്നു. കേരള സംസ്ഥാന റിമോട്ട് സെൻസിംഗ് ആൻഡ് എൻവയോൺമെൻറ്റ് സെൻറ്ററിന് 13.3 കോടി രൂപ വകയിരുത്തുന്നു. തളിപ്പറമ്പ് നിയോജകമണ്ഡലത്തിൽ സൂക്ഷ്മ നീർത്തട പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് 4 കോടി രൂപ വകയിരുത്തുന്നു. സർ, കേരളത്തിലെ വിവിധ ജില്ലകളിലെ വിവിധ പാടശേഖരങ്ങളുടെ ഭൂമി വികസന പ്രവർത്തനങ്ങളും വിവിധ കുളങ്ങളുടെ നവീകരണങ്ങളും എന്ന നബാർഡ് വായ്പാ പദ്ധതിക്ക് 25 കോടി രൂപ വകയിരുത്തുന്നു. മൃഗസംരക്ഷണ മേഖലയ്ക്കായി 317.90 കോടി രൂപ ആണ് പദ്ധതി വിഹിതം. ഇതിൽ 159.63 കോടി രൂപ മൃഗസംരക്ഷണ വകുപ്പിനുള്ളതാണ്. 30 കോടി രൂപ നബാർഡ് RADF വായ്പയും 9 കോടി രൂപ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾക്കുള്ള സംസ്ഥാന വിഹിതവുമാണ്. മൃഗചികിത്സാ സേവനങ്ങളുടെ ഭാഗമായി 9 കോടി രൂപ അധികമായി ഉൾപ്പെടുത്തി ആകെ പദ്ധതി വിഹിതം 41.1 കോടി രൂപയായി ഉയർത്തുന്നു. ബീജസങ്കലന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ 9.2 കോടി രൂപ വകയിരുത്തുന്നു. സർ, പ്രത്യേക കന്നുകുട്ടി പരിപാലന പരിപാടിക്ക് 6 കോടി വർദ്ധിപ്പിച്ച് 48.5 കോടി രൂപയായി ഉയർത്തുന്നു. ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെൻറ്റ് ബോർഡിന് 32.46 കോടി വകയിരുത്തുന്നു. ഗുണനിലവാരമുള്ള മാംസ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണവും വിപണനവും ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനമായ മീറ്റ് പ്രൊഡക്ട്സ് ഓഫ് ഇന്ത്യക്ക് 17.14 കോടി രൂപ വകയിരുത്തുന്നു. സർ, കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന തെരുവുനായ ആക്രമണം തടയാൻ മൃഗസംരക്ഷണ വകുപ്പും തദ്ദേശ സ്വയംഭരണ വകുപ്പും സംയുക്തമായി കർമ്മപരിപാടി തയ്യാറാക്കും. പോർട്ടബിൾ ABC സെൻ്ററുകൾ സ്ഥാപിച്ച് തെരുവുനായകളുടെ വന്ധ്യകരണം കാര്യക്ഷമമായി നടപ്പിലാക്കുന്നതിനുള്ള സാധ്യതകൾ ആരായും. ഇതിനായിട്ട് 2 കോടി രൂപ വകയിരുത്തുന്നു. സർ, ക്ഷീരവികസനം മലപ്പുറം മൂർക്കനാട് മിൽമ പാൽപ്പൊടി ഫാക്ടറി ക്ഷീരവികസന വകുപ്പിൻ്റെയും മിൽമയുടെ നേതൃത്വത്തിൽ നബാർഡ് വായ്പ കൂടി വിനിയോഗിച്ച് 131 കോടി രൂപ മുതൽ മുടക്കി ഈ സർക്കാരിൻ്റെ കാലത്ത് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തെ സഹകരണ മേഖലയിലെ ഏക പാൽപ്പൊടി നിർമ്മാണ യൂണിറ്റാണിത്. സർ, ക്ഷീരവികസന മേഖലയ്ക്കായി 120.93 കോടി രൂപ വകയിരുത്തുന്നു. ഇത് മുൻ വർഷത്തേക്കാളും 11.16 കോടി രൂപ അധികമാണ്. നെട്ടുകാൽ തേരിയിൽ പുതിയ കാലിത്തീറ്റ ഫാം സ്ഥാപിക്കുന്നതാണ്. ഇതിനായി 10 കോടി രൂപ വകയിരുത്തുന്നു. കണ്ണൂർ ജില്ലയിലെ ധർമ്മടം നിയോജകമണ്ഡലത്തിൽ ഒരു ഗ്ലോബൽ ഡയറി വില്ലേജ് സ്ഥാപിക്കുന്നതാണ്. ഈ പദ്ധതിക്ക് 3 ഘട്ടങ്ങളിലായി മൊത്തം 130 കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്നു. 25-26 ഇതിനായി 10 കോടി രൂപ വകയിരുത്തുന്നു. സർ, മത്സ്യബന്ധനം 2024 ലോക ഫിഷറീസ് ദിനാഘോഷത്തിൻ്റെ ഭാഗമായി രാജ്യത്തെ മികച്ച മറൈൻ സ്റ്റേറ്റായും കൊല്ലം ജില്ലയെ മികച്ച മറൈൻ ജില്ലയായും അംഗീകരിച്ചിരുന്നു. സർ, സംസ്ഥാനത്തെ തീരദേശ മേഖലയുടെ വികസനത്തിനായി ഒരു തീരദേശ പാക്കേജ് അനുവദിക്കും. ഈ വർഷം ഇതിനായി 75 കോടി രൂപ അനുവദിക്കും. 55.17 കോടി രൂപ ചെലവ് വരുന്ന കോഴിക്കോട് സെൻട്രൽ ഫിഷ് മാർക്കറ്റിൻ്റെയും 48.24 കോടി രൂപ വരുന്ന ആലുവ ഫിഷ് മാർക്കറ്റിൻ്റെയും നവീകരണ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിൻ്റെ നിയന്ത്രണത്തിലുള്ള കാസർഗോഡ്, പൊന്നാനി, പുതിയാപ്പ, കൊയിലാണ്ടി മത്സ്യബന്ധന തുറമുഖങ്ങളുടെ നവീകരണ പ്രവർത്തനങ്ങൾ 2025 മാർച്ച് മാസത്തോടുകൂടി മുതലപ്പുഴി ഹാർബർ 2026 ഡിസംബറിലും പൂർത്തിയാകുന്നതാണ്. ഈ വർഷവും മത്സ്യബന്ധന മേഖലയിൽ കൂടുതൽ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നതിനായി മത്സ്യബന്ധന മേഖലയുടെ വിഹിതം 295.12 കോടിയായി ഉയർത്തുന്നു. ഇതിൽ സംസ്ഥാന ഫിഷറീസ് വകുപ്പിനുള്ള 163.31 കോടിയും ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിന് 35.31 കോടിയും ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സ്റ്റഡീസ് സർവകലാശാലയ്ക്ക് 35.50 കോടി രൂപയും ഉൾപ്പെടുന്നു. കേന്ദ്ര സഹായമായി 61 കോടി രൂപ പ്രതീക്ഷിക്കുന്നു. കടലോര മത്സ്യബന്ധന പരിപാടിക്ക് 41.10 കോടി, ഉൾനാടൻ മത്സ്യബന്ധന പദ്ധതിക്കായിട്ട് 80.91 കോടി രൂപയും വകയിരുത്തുന്നു. അക്വാകൾച്ചർ രംഗത്ത് ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിന് 67.5 കോടി രൂപ വകയിരുത്തുന്നു. തീരദേശ വികസന പദ്ധതിക്കായി 25-26 സാമ്പത്തിക വർഷം ആകെ 176.98 കോടി രൂപ വകയിരുത്തുന്നു. മത്സ്യത്തൊഴിലാളികളുടെ അടിസ്ഥാന സൗകര്യ മാനവശേഷി വികസന പദ്ധതികൾക്കായി 139.9 കോടി രൂപ വകയിരുത്തുന്നു. സർ, മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിലെ കുട്ടികൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിനും സ്കോളർഷിപ്പ് നൽകുന്നതിനും മത്സ്യത്തൊഴിലാളി വനിതകളുടെ ഉന്നമനത്തിനും 9 കോടി രൂപ അധികമായി വകയിരുത്തുന്നു. ഇതുവഴി മത്സ്യത്തൊഴിലാളികളുടെ അടിസ്ഥാന സൗകര്യ മാനവശേഷി വികസനത്തിനുള്ള പദ്ധതി വിഹിതം 49 കോടി രൂപയായി വർദ്ധിപ്പിക്കുന്നു. സർ, കൊല്ലം നീണ്ടകരയിൽ യാൺ ടെസ്റ്റിംഗ് യൂണിറ്റ് ആൻഡ് നെറ്റ് ഫാക്ടറി ആരംഭിക്കുന്നതിനായി 5 കോടി രൂപ അധികമായി വകയിരുത്തുന്നു. പുനർഗേഹം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും 250 കോടി രൂപയും ബജറ്റ് വിഹിതമായ 178.10 കോടി രൂപയും ഉൾപ്പെടെ നാളിതുവരെ 428.1 കോടി രൂപയുടെ പുനർഗേഹം പദ്ധതിയുടെ നിർവഹണത്തിനായി അനുവദിച്ചിട്ടുണ്ട്. ഈ പദ്ധതിക്ക് കീഴിൽ 2428 വ്യക്തിഗത ഭവനങ്ങളുടെയും 390 ഫ്ളാറ്റുകളുടെയും നിർമ്മാണം പൂർത്തീകരിച്ച ആകെ 2818 കുടുംബങ്ങളെ ഇതിനോടകം തന്നെ പുനരധിവസിപ്പിച്ചിട്ടുണ്ട്. പുനർഗേഹം പദ്ധതിക്ക് 20 കോടി രൂപ അധികമായി വകയിരുത്തുന്നു. ഇതുവഴി പദ്ധതി വിഹിതം 60 കോടി രൂപയായി വർദ്ധിപ്പിക്കുന്നു. മത്സ്യത്തൊഴിലാളികളുടെ പഴയതും ക്ഷയിച്ചതുമായ വീടുകൾ അറ്റകുറ്റപ്പണി ചെയ്യുന്നതിന് വേണ്ടി 10 കോടി രൂപ വകയിരുത്തുന്നു.
ഗ്രൂപ്പ് ഇൻഷുറൻസ് 2.36 ലക്ഷത്തിൽ പരന്ന മത്സ്യത്തൊഴിലാളികൾക്ക് ഗ്രൂപ്പ് ഇൻഷുറൻസ് ഏർപ്പെടുത്തുന്നതിനായി 10 കോടി രൂപ വകയിരുത്തുന്നു. പയ്യന്നൂർ സർ, കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിൽ സർക്കാർ അനുവദിച്ച് നൽകിയ 5.0935 ഹെക്ടർ ഭൂമിയിൽ പുതിയ ഫിഷറീസ് കോളേജ് പ്രവർത്തനം ആരംഭിച്ചു. കേരള ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സ്റ്റഡീസ് സർവകലാശാലയുടെ ശാക്തീകരണത്തിനും ഗവേഷണ വിജ്ഞാന പ്രവർത്തനങ്ങൾക്കുമായി 35.5 കോടി രൂപ വകയിരുത്തുന്നു. ഇത് മുൻവർഷത്തെക്കാളിലും 2 കോടി അധികമാണ്. പ്രധാനമന്ത്രി മത്സ്യസമ്പദാ യോജനയുടെ സംസ്ഥാന വിഹിതമായി 40 കോടി വകയിരുത്തുന്നു. നിലവിലുള്ള ഫിഷറീസ് ഹാർബറുകളുടെ നവീകരണം, ഹാർബർ തീരദേശ പാലങ്ങൾ, ഹാർബർ എഞ്ചിനീയർ ഏറ്റെടുത്ത റോഡുകളുടെ നിർമ്മാണം എന്നിവ നബാർഡ് വായ്പയോടെ സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിനായി 20 കോടി രൂപ വകയിരുത്തുന്നു. വനവും വന്യജീവി സംരക്ഷണവും സർ, വനവും വന്യജീവി സംരക്ഷണവും എന്ന മേഖലയ്ക്കായി 2025-26 സാമ്പത്തിക വർഷം ആകെ 305.61 കോടി രൂപ വകയിരുത്തുന്നു. ഇത് മുൻവർഷത്തെക്കാളും 27.55 കോടി രൂപയാണ്. മുൻപ് ആമുഖത്തിൽ പറഞ്ഞ 50 കോടി രൂപ ഇതിനും പുറമെയാണ്. കേന്ദ്ര സഹായമായി 45.47 കോടി രൂപ പ്രതീക്ഷിക്കുന്നു. ജലസുരക്ഷ മെച്ചപ്പെടുത്തുക, മനുഷ്യ വന്യമൃഗ സംഘർഷങ്ങൾ ലഘൂകരിക്കുക, വനമേഖലയെ ആശ്രയിച്ച് കഴിയുന്ന വിഭാഗങ്ങളുടെ ജീവനും ജീവനോപാധികൾക്കും സംരക്ഷണം നൽകുക, കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്കെതിരെയുള്ള കവചമായി ജനങ്ങളെ നിലനിർത്തിക്കൊണ്ട് വനങ്ങളുടെ സുസ്ഥിര പരിപാലനം ഉറപ്പാക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങൾക്കാണ് വനവും വന്യജീവി സംരക്ഷണം എന്ന മേഖലയിൽ 25-26 വർഷം ഊന്നൽ നൽകുന്നത്. മനുഷ്യ വന്യമൃഗ സംഘർഷ സംബന്ധമായ വിവരങ്ങൾ യഥാർത്ഥസമയം ശേഖരിച്ച് വേണ്ട നിർദ്ദേശങ്ങൾ ഫീൽഡ് തലത്തിൽ നൽകുന്നതിനും പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനുമായി സംസ്ഥാനതല കൺട്രോൾ റൂം 36 DEOCകളിലും രൂപീകരിച്ചു. മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ ലഘൂകരിച്ച് അതിവേഗം പരിഹരിക്കുന്നതിനായി 24-25 സാമ്പത്തിക വർഷത്തിൽ 48.85 കോടിയാണ് വകയിരുത്തിയത്. ഇതിൽ 21.55 കോടി വർദ്ധിച്ച് 70.4 കോടിയായി ഉയർത്തുന്നു. വന്യമൃഗങ്ങളുടെ ആക്രമണത്തിന് ഇരയായവർക്കുള്ള സഹായമായി 2011-16 കാലയളവിൽ 39.52 കോടിയാണ് വിതരണം ചെയ്തതെങ്കിൽ 2016-21 കാലയളവിൽ 91.36 കോടി വിതരണം ചെയ്തു. ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഇതുവരെ 129.51 കോടി രൂപ ഈ ഇനത്തിൽ സഹായധനമായി വിതരണം ചെയ്തിട്ടുണ്ട്. നിലവിൽ പ്രവർത്തിച്ചു വരുന്ന 19 ദ്രുത കർമ്മസേനകൾക്ക് പുറമെ 9 ഫോറസ്റ്റ് ഡിവിഷനുകൾ കൂടി പുതിയ ദ്രുത കർമ്മസേനകൾ രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ഇതോടെ ആറാട്ടുകളുടെ എണ്ണം 28ആയി വർദ്ധിച്ചിട്ടുണ്ട്. വനാശ്രിതരായ പട്ടികവർഗ വിഭാഗങ്ങളിൽ നിന്നും 500 പേർക്ക് പുതിയ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാർ തസ്തിക സൃഷ്ടിച്ച് PSC മുഖേന അവർക്ക് 2023 നിയമനം നൽകി. പ്രവർത്തനക്ഷമമല്ലാത്ത ഫെൻസിങ്ങുകൾ അടിയന്തരമായി പ്രവർത്തനക്ഷമമാക്കുന്നതിന് മിഷൻ സോളാർ ഫെൻസിംഗ് 24 എന്ന പദ്ധതി സംസ്ഥാനത്താകെ നടപ്പിലാക്കിയിട്ടുണ്ട്. സർ, സംസ്ഥാനത്ത് പാമ്പ് കടിയേറ്റുള്ള മരണങ്ങൾ അടുത്ത 5 വർഷം കൊണ്ട് പൂർണ്ണമായും ഇല്ലാതാക്കാൻ പാമ്പ് വിഷബാധ ജീവഹാനി രഹിത കേരളം എന്ന പദ്ധതി നടപ്പിലാക്കുന്നതാണ്. വിവിധ വനസംരക്ഷണ പ്രവർത്തനങ്ങൾ, വന്യജീവി ആക്രമണങ്ങൾ ഇല്ലാതാക്കുക തുടങ്ങിയ ഘടകങ്ങൾ ഉൾപ്പെട്ട വനസംരക്ഷണ പദ്ധതിക്ക് 25 കോടി രൂപ വകയിരുത്തുന്നു. വനസംരക്ഷണ പ്രവർത്തനങ്ങളുടെ ശാക്തീകരണത്തിനും അടിസ്ഥാന സൗകര്യ വികസനത്തിനുമായി 50.3 കോടി രൂപ വകയിരുത്തുന്നു. പ്രോജക്റ്റ് എലിഫൻ്റ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പെരിയാർ, ആനമുടി, നിലമ്പൂർ, വയനാട് ആനസങ്കേതങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് 3.5 കോടി രൂപ വകയിരുത്തുന്നു. കോട്ടൂർ ആന പുനരധിവാസ കേന്ദ്രത്തിനായി 2 കോടി രൂപ വകയിരുത്തുന്നു. സർ, ഗ്രാമവികസന മേഖലയ്ക്കായി 2025-26 798.74 കോടി രൂപ വകയിരുത്തുന്നു. മുൻ വർഷത്തേക്കാൾ 598.75 കോടി രൂപ അധികമാണ് ഈ വർഷം വകയിരുത്തുന്നത്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ശരാശരി തൊഴിൽ ദിനങ്ങൾ വർദ്ധിപ്പിച്ച് രജിസ്റ്റർ ചെയ്ത തൊഴിലാളികളുടെ ഉപജീവന സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള പരിശ്രമം നടത്തുകയും 10.5 കോടി തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിക്കുകയും വഴി 3,875.76 കോടി രൂപ വേതനമായി ലഭ്യമാക്കുകയാണ് 25-26 സാമ്പത്തിക വർഷത്തിൽ ലഭ്യപ്പെടുന്നത്. പ്രധാനമന്ത്രി ഗ്രാമസഡക്ക് യോജന എന്ന പദ്ധതിയുടെ സംസ്ഥാന വിഹിതമായി 80 കോടി രൂപ വകയിരുത്തുന്നു. സർ, നിലവിൽ ഇൻഫർമേഷൻ സെൻ്ററുകളില്ലാത്ത ബ്ലോക്ക് പഞ്ചായത്തുകളിൽ ഇവ സ്ഥാപിക്കുന്നതാണ്. 2025 നവംബർ 1 ആകുമ്പോഴേക്കും അതിദരിദ്രരില്ലാത്ത കേരളമെന്ന ലക്ഷ്യം കൈവരിക്കാനുള്ള ഊർജിതമായ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി സർവേയിലൂടെ കണ്ടെത്തിയ 64,006 കുടുംബങ്ങളിൽ 44,539 കുടുംബങ്ങളെ അതിദാരിദ്ര്യത്തിൽ നിന്നും മോചിപ്പിച്ചു കഴിഞ്ഞു. ഇനി 11,814 കുടുംബങ്ങളെ കൂടി ദാരിദ്ര്യത്തിൽ നിന്നും കരകയറ്റുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും. ഗ്യാപ്പ് ഫണ്ട് നൽകുന്നതിനായി 60 കോടി രൂപ മാറ്റിവെക്കുന്നു.